അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ശിവരാത്രിക്കായിരുന്നു കേട്ടോ ഉത്സവം അമ്പലത്തിൽ. അങ്ങനെ അതിൻ്റെ വീഡിയോ ആണ്. ശിവരാത്രി അത്ര അതിന് കുറച്ച് തലേന്നത്തെ വീഡിയോയും ശിവരാത്രിയുടെ വീഡിയോയും കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ കേട്ടോ. പക്ഷേ ഞാൻ ഇൻട്രോ എടുക്കുന്നത് അതെല്ലാം കഴിഞ്ഞിട്ടാണ്. ഇന്ന് എത്ര തീയതി? 2 ദിവസമായി. 10-ാം തീയതിയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്, ഇൻട്രോ എടുക്കുന്നത്. പിന്നെ ഈ വർഷം 12 ദിവസത്തെ ഉത്സവം ഉണ്ടായിരുന്നു. എന്താണെന്നറിയത്തില്ല. സാധാരണ 10 ദിവസത്തെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ നാളുകൊണ്ട് ഇവിടെ വലിയ ഘോഷയാത്രയും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഇപ്പം എല്ലാം കൂടെ ആയപ്പം സൂപ്പർ നല്ല ഉത്സവമായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, കണ്ടിട്ട് തിരിച്ചു പോകാം. ഇതപ്പോൾ തലേന്നത്തെ വീഡിയോ കേട്ടോ. ഞാൻ ലൈറ്റും നല്ല ലൈറ്റുകളായിരുന്നു. സാധാരണ ഓരോടത്ത് വലിയ വലിയ ലൈറ്റുകൾ ഇത്രയും കാണത്തില്ല. ഈ പക്ഷെ കുറേ ലൈറ്റുണ്ട്. പിന്നെ പിറ്റേന്ന് അന്ന് ശിവരാത്രിയുടെ അന്ന് ഒരുക്കുന്ന പൂക്കളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എടുത്ത് വെച്ചതാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞാനും ചേച്ചിയും കൂടെ ചുമ്മാ അവിടെ എല്ലാം തിരിഞ്ഞ് നടന്നു. അപ്പോൾ പാനിപ്പൂരി കണ്ടങ്ങനെ തിന്നാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ പാനിപ്പൂരി കുഴപ്പമില്ലായിരുന്നു, പക്ഷേ കറക്റ്റ് നല്ല ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു. എന്നാലും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഒന്നുമില്ലായിരുന്നു ഗൈസ്. അതിനകത്ത് അകത്ത് ഇച്ചിരി ഇതുണ്ടായിരുന്നു, അല്ലാതെ വേറെ ഒന്നുമില്ലായിരുന്നു. പക്ഷെ ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഫില്ലിങ്സ് ഒന്നും തോന്നിയില്ലായിരുന്നു. കുഴപ്പമില്ല ആ ഒരു രീതി. പിന്നെ ഈ വീഡിയോ ഞാൻ പിറ്റേന്ന് ശിവരാത്രി അന്ന് രാവിലെ എടുത്തതാണ് കേട്ടോ. റെഡി ആവാൻ വേണ്ടിയിട്ട് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 8 മണിയാകുമ്പോൾ, എല്ലാ വർഷവും 8 മണിയാകുമ്പോൾ പോകും. എന്നിട്ട് ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴേ വരത്തുള്ളൂ. ഈ വർഷവും അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തു പോയതാണ്. പക്ഷെ നേരത്തെ വീട്ടിൽ കയറേണ്ട വന്നു. അങ്ങനെ ഇതായിരുന്നു എൻ്റെ ഡ്രസ്സ്, ശിവരാത്രിയുടെ ഡ്രസ്സ്. പിന്നെ ഈ കമ്മൽ ഞാൻ അമ്പലത്തിൽ നിന്ന് മേടിച്ചതാണ്, തലേന്ന് മേടിച്ചതാണ്. ഇപ്പം തലേന്നത്തെ വീഡിയോ എടുത്തില്ലേ, ആ ദിവസം മേടിച്ചതാണ്. അത് ഡ്രസ് ടോപ്പിൻ്റെ കളറുമായിട്ടൊരു ബന്ധമില്ല, പക്ഷെ പാൻ്റെ ആ കളറായതുകൊണ്ട് കമ്മലിൻ്റെ അറ്റത്ത് പിങ്ക് ഉണ്ടായതുകൊണ്ട് ഞാൻ എടുത്ത ഇട്ട് നോക്കിയത്. മുറുക്കമില്ല, പക്ഷേ ഒരു കമ്മൽ ഫ്രണ്ടിലോട്ട് കുറച്ച് തള്ളിയിരിക്കുമായിരുന്നു. മറ്റേത് പക്ഷേ കറക്റ്റായിരുന്നു. അതെന്തായിരുന്നു അത്, പിന്നെ കുഴപ്പമില്ലായിരുന്നു. അപ്പം ഇതാണ് എൻ്റെ ലാസ്റ്റ് ലുക്ക്. പിന്നെ ഉച്ചയായി. അന്നത്തെ അമ്പലത്തിൽ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. അവിടെ എന്തോ മേടിക്കണമെന്നുള്ള തിരക്കിലിങ്ങനെ ഓടി നടക്കുമായിരുന്നു. അങ്ങനെ ഉച്ചയായി, സദ്യ കഴിച്ചു. പപ്പടം ഉണ്ടായിരുന്നു. സദ്യയിൽ വേണ്ട പായസം, കടലപ്രഥമനായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ 2 മണിയായപ്പോൾ 3 ആന ഉള്ളായിരുന്നു കേട്ടോ. ആനയെ കാണുന്നതിന് വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഇവിടെ എല്ലാം അപ്പുറത്തൊരു സ്റ്റോപ്പിലായിരുന്നു. അങ്ങനെ അവിടെ പോയി. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയത്, പക്ഷെ കിട്ടിയില്ല, സൈഡേ കിട്ടിയുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരമായി. അപ്പോൾ വൈകുന്നേരം ഇങ്ങോട്ട് അമ്പലത്തിൽ നിന്ന് ഘോഷയാത്ര കറങ്ങി തിരിഞ്ഞ് വീണ്ടും അമ്പലത്തിൽ വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയത്. ഒരു 4:30 എന്ന് പറഞ്ഞിട്ട് 5 മണിയൊക്കെ ആയി വന്നപ്പം. 5 മണി 5:15 ആയി. ഞാനും അമ്മയും വല്യമ്മച്ചിയും അക്ഷയും കൂടെ പോയി. ഇറങ്ങിയില്ലേ? ഞാൻ പറഞ്ഞില്ലേ. പിന്നെ ഇപ്പോഴേ നമ്മളിവിടെ പോവാ. അത് ഇറങ്ങിയാൽ തന്നെ പെട്ടെന്നൊന്നും എത്തത്തില്ല. പിന്നെ ഇപ്പോഴേ പോകണ്ടായിരുന്നല്ലോ. ഇവിടെ എത്തുമ്പോഴത്തേന് പോയാൽ മതിയായിരുന്നു. കണ്ടൂലു അതൊക്കെ. ഇനി അങ്ങോട്ടുള്ള ഒന്നിനും വീഡിയോയുടെ സൗണ്ട് ഇടാൻ പറ്റത്തില്ല, കാരണം ബാക്കിലൊരു വണ്ടി കിടപ്പുണ്ടായിരുന്നു. അവരപ്പോൾ ഘോഷയാത്ര ഇങ്ങോട്ട് വരുമ്പോൾ കയറാൻ വേണ്ടി കിടന്നത്. അതിനകത്ത് പാട്ടിട്ടേക്കുന്നുണ്ട്. വീഡിയോയിലെ സൗണ്ട് ഇടാൻ പറ്റത്തില്ല, കോപ്പിറൈറ്റ് കിട്ടും. കുറച്ച് മുത്തുക്കുടകളൊക്കെ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു, കാരണം ബാക്കിയുള്ളവർ വേറെ സ്ഥലത്തോട്ട് പോയേക്കും. അവർ വന്നിട്ട് അവർക്ക് പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ ഒരു 5:15 ആയപ്പോഴത്തേന് ഘോഷയാത്രയൊക്കെ വന്നു തുടങ്ങി. മറ്റവർക്ക് ആനകളൊക്കെ വന്നു തുടങ്ങി. 3 ആനയുള്ളായിരുന്നു കേട്ടോ. കഴിഞ്ഞതിൻ്റെ അങ്ങേ വട്ടം കുറേ ആനകളുണ്ടായിരുന്നു. ഈ വട്ടം പക്ഷേ 3 ആനയുള്ളായിരുന്നു. ഇതിൽ ഈ ആന എനിക്കിഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് പിന്നെ ഓരോ ഫ്ലോട്ടുകളായിട്ട് ആദ്യം കുഞ്ഞു കളകളാണ് വന്നത്. ഓരോ കരക്കാരുടെ ആയിട്ടാണ് ഈ വട്ടം വന്നത്. 19 ഫ്ലോട്ട് ഉണ്ടായിരുന്നു. ഇനി ഇവരുടെ 3 പേരുടെ ഫോട്ടോ ഞാൻ ഒരുമിച്ചെടുക്കാൻ നോക്കിയത്, പക്ഷെ കിട്ടിയില്ല. കഴിഞ്ഞിട്ട് ഒരു ബാൻഡ് മേളം ഉണ്ടായിരുന്നു.
ചിലതൊക്കെ എന്തൊക്കെയോ ചെയ്യുമായിരുന്നു, പക്ഷേ വൈകുന്നേരം ആയതുകൊണ്ട് ചിലതൊക്കെ അവർ ഓണാക്കുന്നുണ്ട്. ഒരു വെറൈറ്റി സംഭവം ഉണ്ടായിരുന്നു ഗൈസ് കേട്ടോ. ഞങ്ങളുടെ ഇവിടുത്തെ ശിവ ബുള്ളറ്റിലൊക്കെയാണ് വരുന്നത്. ഇടയ്ക്കിടയ്ക്ക് ശിവൻ്റെ ബുള്ളറ്റ് പണി കൊടുക്കും, സ്റ്റാർട്ടാവത്തില്ല. കറക്റ്റ് ഫ്രണ്ടിൽ കൊണ്ടിട്ട് നിർത്താൻ നേരം പുള്ളിക്കാരൻ നിർത്തും, പിന്നെ അത് സ്റ്റാർട്ടാവത്തില്ല. പിന്നെ ഈ ഓരോ വേഷങ്ങളുണ്ടായിരുന്നു, ഓരോരുത്തർക്കും ഓരോ വേഷങ്ങളുണ്ടായിരുന്നു കേട്ടോ. ഓരോ ചെണ്ടമേളത്തിൻ്റെ ഫ്രണ്ടിലും ഉണ്ടായിരുന്നു. പിന്നെ എന്താ, ഗണപതി ഒന്നും ഡാൻസ് കളിക്കുന്നില്ല, ഗണപതിയൊക്കെ പഠിപ്പിച്ചില്ലെന്ന് തോന്നുന്നു. പിന്നെ ചെണ്ടമേള ഒരെണ്ണം ഉള്ളായിരുന്നെന്ന് തോന്നുന്നു. മറ്റേ തമ്പോല 3 ഉണ്ടായിരുന്നു. പിന്നെന്താ ഈ സംഭവത്തിൽ ഒരു ഗരുഡൻ ഞങ്ങൾ രാത്രി ഫ്ലോട്ട് കാണാൻ നിന്നപ്പോൾ വന്ന് പേടിപ്പിച്ചിട്ട് പോയി. ഫോണിൽ നോക്കിക്കൊണ്ട് നിന്നു, വന്ന് ഒറ്റച്ചാട്ടം, പേടിച്ചു പോയി. അത് കഴിഞ്ഞ് പൂക്കാവടി ഉണ്ടായിരുന്നു. അത് കുറേ പൂക്കാവടി ഉണ്ടായിരുന്നു കേട്ടോ. ഇത് മാത്രമല്ല, വേറൊരു സെറ്റും കൂടെ ഉണ്ടായിരുന്നു. അവരെവിടെ രാത്രി ഞാൻ കണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അപ്പോഴത്തെ അതിൻ്റെ പുറകിലൊരു ആ വണ്ടിയിൽ പാട്ടുണ്ടായിരുന്നു, അത് വോയിസ് ഓവർ കൊടുത്ത വീണ്ടും. പിന്നെ ഇതിൽ നിന്ന് ആരോ തുറന്നിറങ്ങി വരുമായിരുന്നു, ആരാണോ എന്തോ. പിന്നെ ഹനുമാനെ ഒടിച്ച് മടക്കി വെച്ചേക്കുക. ഹനുമാൻ്റെ കാല് കണ്ടോ, ഹനുമാൻ അതോ ഇനി സൈഡിലോട്ട് കിടക്കുന്നതാണോ, എന്തോ സംഭവം ഒന്നും മനസ്സിലായില്ല. ഒടിച്ചു വെച്ചേക്കുവാണോ സൈഡിലോട്ട് കിടക്കുന്നതാണോ. പിന്നെ വീണ്ടും ചെണ്ടമേളം ഉണ്ടായിരുന്നു. പിന്നെ ഈ ഫ്ലോട്ട് ഇതിനകത്തൊന്നും ആരും ഇറങ്ങി വരുമായിരുന്നു. ഇതിനകത്തുള്ള എല്ലാം ഭയങ്കര സസ്പെൻസ് ആയതായിരുന്നു, എല്ലാം ഒളിച്ചിരിക്കുക, പിന്നെ ഇറങ്ങി വരത്തുള്ളൂ. ഇതാരാ? ഇത് ദേവിയുടെ ഫ്ലോട്ട്. പിന്നെ വേറൊരു ദേവിയും കൂടെ, 3 ദേവി ഉണ്ടായിരുന്നു, അതെവിടെ പോയി? പിന്നെ ഈ ശംഖിൽ നിന്ന് മറ്റേ മഹാവിഷ്ണു ഇറങ്ങി വരും. നമ്മൾ വീട്ടിൽ പോയിട്ട് പിന്നെ ഇനി രാത്രിയിൽ കാണാൻ വരും, തിരിച്ചു വരുന്നത് കാണാൻ വേണ്ടിയിട്ട് വരും. ഇപ്പോൾ വൈകിട്ടത്തെ കഴിഞ്ഞു, എല്ലാവരും കൂടെ വരും. അത് കഴിഞ്ഞ് ഒരു 8 മണിയൊക്കെ ആയപ്പോൾ ഞാനും അമ്മയും അച്ഛനും കൂടെ അമ്പലത്തിൽ പോയപ്പോൾ അവിടെ കൈകൊട്ടിക്കളി നടക്കുന്നുണ്ടായിരുന്നു. ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും കാണാൻ പറ്റിയില്ല ഇതും കാണാൻ പറ്റില്ല, അതിൻ്റെ തിരക്കാണ്. അത് കഴിഞ്ഞ് നേരത്തെ ശിവൻ ഗോൾഡൻ കളറായിരുന്നു, ഇപ്പോൾ വെള്ള പെയിൻ്റ് അടിച്ച് വീണ്ടും മറ്റേതായിരുന്നു നല്ല. അത് കഴിഞ്ഞ് നമ്മളെന്നും ഈ സ്ഥലത്ത് വന്ന് എല്ലാ വർഷവും ഇങ്ങനെ കാല് നീട്ടിയിരിക്കും. അതുകൊണ്ടൊരു 11:30 ആവും വരാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ വട്ടം ഘോഷയാത്ര വന്നപ്പോൾ 12 മണിയായി കേട്ടോ.
അമ്മ അവിടുത്തെ അപ്പുറത്തെ ചേച്ചിയുടെ കൊച്ചു കാർട്ടൂൺ കാണുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരുന്നതാണ്. പിന്നെ ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേന് ഘോഷയാത്ര വന്നു. ഈ വട്ടം താമസിച്ച്, ഇഷ്ടംപോലെ ഫ്ലോട്ടുണ്ടായിരുന്നു. അങ്ങനെ താമസിച്ച് വന്നപ്പോൾ 12 മണിയൊക്കെ ആയി വന്നപ്പം. ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോൾ 12:30 ആയി. അങ്ങനെ ഉത്സവമൊക്കെ കഴിഞ്ഞ് 12:30 ആയപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്നു. ഫ്ലോട്ടിൻ്റെ എടുക്കാതിരുന്ന നേരത്തെ പകൽ പോയപ്പോൾ എടുത്തായിരുന്നല്ലോ, അതുകൊണ്ട് പിന്നെ രാത്രിയിലും കൂടി എടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ ഗൈസ്. കുറേ നാളുകൊണ്ടേ ശിവരാത്രിക്ക് ഇങ്ങനെ ഫ്ലോട്ടൊന്നും ഇല്ലായിരുന്നു. കഴിഞ്ഞ വട്ടം പുറത്ത് ഇവിടെ ബൈപ്പാസിൽ നിന്നിട്ട് എല്ലാ ഫ്ലോട്ടോടും ഒരുമിച്ച് അമ്പലത്തിലോട്ട് വന്നത്. അത് അമ്പലത്തിൽ ഇറങ്ങിയൊന്നും ഇല്ലായിരുന്നു. ഈ വട്ടം 19 ഫ്ലോട്ടും നല്ല ഉത്സവമായിരുന്നു. പണ്ടത്തെ പോലെ തന്നെ ശാന കുറവായിരുന്നു, അല്ലാതെ നല്ല ഉത്സവമായിരുന്നു. ഇന്ന് സിംബയ്ക്ക് കളിപ്പാട്ടം മേടിച്ചു കൊടുത്തു. അവിടെ അല്ല, ഇവിടെ കണ്ടില്ല. അപ്പം അടുത്തൊരു വീഡിയോ ഇട്ട് കാണുന്നവരെ